എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു വരികയായിരുന്നു. നമ്മൾ കൂളംസ് ലോയും ഇലക്ട്രിക് ഫീൽഡും അതുപോലെ ഡൈപോൾ അങ്ങനെയുള്ള എല്ലാ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സോൾവ് ചെയ്തു. ഈ ചാപ്റ്ററിൽ അവസാനം വരുന്ന ചില ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് Q 40 cm away from it is found to be 3 Newton per coulomb. Calculate the charge Q. ഇപ്പോൾ ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. Q എന്ന് പറയുന്ന ചാർജിൽ നിന്നും 40 സെൻറ്റിമീറ്റർ അകലെയുള്ള ഫീൽഡ് എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആ ചാർജ് കാണാനാണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പൊതുവെ ഈസി എന്ന് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഏതാ നോക്കാം. ഇക്വേഷൻ നോക്കൂ. ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമുക്കറിയാം, E = 1/4πε0 Q/r². ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് നമുക്ക് ഡിസ്റ്റൻസ് ടു ദ പോയിന്റ്, അല്ലേ? ഏത് പോയിന്റിലെ ഫീൽഡാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് Q കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 3 Newton per coulomb, 9 × 10⁹, then Q/r നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 40 സെൻറ്റിമീറ്റർ, 40 × 10⁻²². അപ്പോൾ ഇതിൽ നമുക്ക് Q എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ Q = then 3 × 0.04² divided by 9 × 10⁹. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 5.33 × 10⁻11 കൂളം എന്നാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ചാർജിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡ് തന്നിട്ട് ആ ചാർജ് ഏതാന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, Q കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ പിറ്റ് ബോൾ A ഓഫ് മാസ് 9 × 10⁻⁻5 kg carries a charge of 5 microcoulomb. What must be the magnitude and sign of the charge on the pit ball B held 2 cm directly above the pit ball A such that the pit ball A remains stationary? അതിൽ ക്വസ്റ്റ്യൻ ഒന്നായി മനസ്സിലാക്കുക. ആദ്യം നമുക്കൊരു ബോൾ തന്നിട്ടുണ്ട്, അല്ലേ? A എന്ന് പറയുന്ന ബോൾ, അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, അതിൽ സ്റ്റോർ ചെയ്യപ്പെട്ടുള്ള ചാർജ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, അങ്ങനെ ഒരു ചാർജിനെ സ്റ്റേഷനറി ആയിട്ട് നമുക്ക് എയറിൽ നിലനിർത്താൻ അതിൻ്റെ മുകളിൽ 2 സെൻറ്റിമീറ്റർ അകലെ B എന്ന് പറയുന്ന ഒരു ചാർജ് വെച്ചിട്ടുണ്ട് എങ്കിൽ ആ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, സൈൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവും. അപ്പോൾ ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് നമുക്കൊന്ന് ഒരു പിക്ചർ വരച്ച് നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന ക്വാണ്ടിറ്റീസ് നോക്കാം നമുക്ക്. മാസ് ഓഫ് ദ ബോൾ A 9 × 10⁻5 kg, then charge on the ball A 5 × 10⁻6 coulomb, 5 microcoulomb, then distance between the two balls 2 × 10⁻2 meter. നോക്കൂ, നമ്മൾ ക്വസ്റ്റ്യൻ തന്നതായിരുന്നു A എന്ന് പറയുന്ന പിറ്റ് ബോളിലുള്ള മാസും ചാർജും തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് നമ്മൾ B എന്ന് പറയുന്ന മറ്റൊരു ബോൾ വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഇരിക്കുന്ന A ഇക്വിലിബ്രിയത്തിൽ അല്ലെങ്കിൽ സ്റ്റേഷനറി ആവാൻ ആവശ്യമായ ചാർജ് എത്രയാണ്, ബിയിൽ വേണ്ട ചാർജ് എത്രയാണ്, അതിൻ്റെ സൈൻ എന്താണ്, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കൂ, B എന്ന് പറയുന്ന ഒരു ബോൾ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ A അവിടെ സ്റ്റേഷനറായി നിൽക്കണമെങ്കിൽ എയുടെ വെയ്റ്റിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് B ആരുടെ മുകളിൽ ചെലുത്തണം, എയുടെ മുകളിൽ ചെലുത്തണം. മാത്രമല്ല അത് മുകളിലോട്ടായിരിക്കണം. എന്നാലേ ഈ വെയിറ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ കണ്ടീഷൻ നമുക്ക് ക്ലിയർ ആണ്. എ സ്റ്റേഷനറി നിൽക്കണമെങ്കിൽ എയുടെ വെയിറ്റിനെ ബി എന്നുള്ള ബോൾ എയുടെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വെച്ച് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യാൻ കഴിയണം. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കൂ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് ഇ എന്ന് ഞാൻ കൊടുക്കുക. എഫ് ഇ ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, എം ജി അല്ലേ. നമ്മൾ ആ ബി എയുടെ മുകളിൽ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എം ജിക്ക് ഈക്വൽ ആവണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഫോഴ്സാണ് ഇക്വേഷൻ നമുക്കറിയാം. 1/4π ε0 ക്യു എ ക്യു ബി അല്ലേ. എയും ബിയും ബോൾസ് തമ്മിലുള്ള ഫോഴ്സാണ്. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ആർ എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അഗെയിൻ ആറിന് കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ബോൾ എ എം ജി. ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ബിയിൽ എത്ര ചാർജ് വേണം, ദാറ്റ് മീൻസ് ക്യൂ ബി എത്രയാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/4π ε0 9 × 10⁻⁹. ക്യൂ എ നമുക്ക് തന്നിട്ടുണ്ട് 5 × 10⁻⁻⁶. ദെൻ ക്യൂ ബി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഡിവൈഡ് ബൈ ദെൻ ആർ സ്ക്വയർ മീൻസ് ദിസ് വൺ 0.02 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു എം മാസ് തന്നിട്ടുണ്ട് 9 × 10⁻⁻5 കിലോഗ്രാം ഇൻറ്റു ജി ദാറ്റ്സ് 9.8. അപ്പോൾ ഇതിൽ നമുക്ക് എ എന്ന ബോളിനെ ബി ഉപയോഗിച്ച് ഇക്വിലിബ്രിയത്തിലാക്കാൻ ബിയിൽ എത്ര ചാർജ് വേണമെന്ന് എന്ത് ചെയ്യാം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ. ഇപ്പോൾ ക്യൂ ബി ഈക്വൽ ടു നമുക്ക് എഴുതി നോക്കാം. ക്യൂ ബി ഈക്വൽ ടു അല്ലേ, ക്യൂ ബി ഇവിടെ നിർത്തി ബാക്കി അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ 9 × 10⁻⁻5 ഇൻറ്റു 9.8 അഗെയിൻ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുക. താഴെയുള്ളതിനെ 0.02 സ്ക്വയർ ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ക്യൂബിൻ്റെ കൂടെയുള്ള ടേംസ് ഏതൊക്കെയായിരുന്നു നോക്കൂ. 9 × 10⁻⁹. അതുപോലെ ഇവിടെ വരുന്നത് 5 × 10⁻⁻6. 5 × 10⁻⁻6. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഇതിന് ആൻസർ ഞാൻ എഴുതാം, നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 7.84 × 10⁻⁻6 കൂളം. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ കഴിയും. ഇവിടെ കിട്ടിയ ആൻസർ 7.84 × 10⁻⁻6 കൂളം. ഓക്കെ, അതിൻ്റെ സൈൻ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, എ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ബി എന്തായാലും നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. എന്നാലേ മുകളിലേക്കുള്ള ഒരു ഫോഴ്സ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. കാരണം വെയിറ്റ് താഴേക്കാണ്. വെയിറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ബി എന്തായിരിക്കണം, നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് അങ്ങനെ കൊടുക്കാം. ആൻസർ എന്തായിരിക്കും, -7.84 × 10⁻⁻6 കൂളം ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Charges of +5 microcoulomb, +10 microcoulomb and -10 microcoulomb are placed in air at the corners A, B and C of an equilateral triangle ABC having each side equal to 5 cm. Determine the resultant force on the charge A. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ABC, അതിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ +5 മൈക്രോകൂളമ്പും ബി എന്ന് പറയുന്ന പോയിന്റിൽ +10 മൈക്രോകൂളമ്പും സി എന്ന് പറയുന്ന പോയിന്റിൽ -10 മൈക്രോകൂളമ്പും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിലിരിക്കുന്ന ചാർജിൻ്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും എത്രയും തന്നിട്ടുണ്ട്, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചാൽ ക്ലിയർ ആണ്. 3 ചാർജ് അടങ്ങുന്ന ഒരു സിസ്റ്റമാണ് അല്ലേ. ഒരു സിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ചാർജും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനാവശ്യമായ ക്വാണ്ടിറ്റീസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കിവിടെ കാണേണ്ടത് നോക്കൂ, 3 ചാർജിൽ ഒരു ചാർജിൻ്റെ മുകളിലുള്ള ഫോഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചാർജിൻ്റെ മുകളിൽ ബാക്കി 2 ചാർജുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സുകളെ വെക്റ്റർ സം ചെയ്തുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ക്വസ്റ്റ്യൻ തന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെ നോക്കൂ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൽ
3 പോയിന്റ് എ ബി ആൻഡ് സി നമുക്ക് പോയിന്റ്സ് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. എ ബി ആൻഡ് സി ഓരോന്നിലും വെച്ചുള്ള ചാർജുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എയിൽ വെച്ച ചാർജിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സാണ്. അത് തന്നെ മനസ്സിലാക്കാം. നോക്കൂ, ഈ +10 മൈക്രോ കൂളുമ്പും -5 മൈക്രോ കൂളുമ്പും തമ്മിൽ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊരു F1 എന്ന് പറയുന്ന ഫോഴ്സായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഇനിയോ ഇവിടെ ഇരിക്കുന്ന +5 മൈക്രോ കൂളും -10 മൈക്രോ കൂളും ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ആ ഫോഴ്സിനെ F2 എന്ന് കൊടുത്തു. ദെൻ രണ്ട് ഫോഴ്സും എന്താണ്? ഇൻക്ലൈൻഡ് ആണ് അല്ലേ? രണ്ട് ഫോഴ്സ് ഒരേ ഡയറക്ഷനിലല്ല. അപ്പോൾ വെക്ടർ അഡീഷൻ നടത്തുമ്പോൾ നമ്മൾ പാരലലോഗ്രാം ലോ ഉപയോഗിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് F1ഉം F2ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് അറിയണം. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു സം ഓഫ് ദ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്നുള്ള കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ആ F1ഉം F2ഉം തമ്മിലുള്ള എക്സ്റ്റീരിയർ ആംഗിളായ എത്രയെന്ന് പറയാം? 120 ഡിഗ്രി ആണെന്ന് പറയാം. പിന്നെ കാൽക്കുലേഷൻസിലേക്ക് വരാം. എന്താ F1ൻ്റെയും F2ൻ്റെയും പ്രത്യേകത നോക്കൂ. F1ഉം F2ഉം ഉണ്ടാക്കുന്ന ഈ പോയിന്റുകൾ അല്ലേ, എയും ബിയും തമ്മിലുള്ള എന്താ F1ൻ്റെയും F2ൻ്റെയും പ്രത്യേകത നോക്കൂ. F1ൻ്റെയും F2ൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ ഈക്വൽ ആണ്. എന്തുകൊണ്ട്? 10 കൂളം 5 കൂളം അല്ലേ? ഇതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും എന്ത് തന്നെയാണ്? 10 കൂളം ആൻഡ് 5 കൂളം. ഒന്നവിടെ അട്രാക്ഷൻ ആണ്, മറ്റൊന്ന് റിപ്പൽഷൻ ആണെന്നേ ഉള്ളൂ. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 ഈക്വൽ ടു എത്രയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് F2. അപ്പോൾ നമുക്ക് F1 F2 സെപ്പറേറ്റ് കാണേണ്ടതില്ല. F1 അല്ലെങ്കിൽ F2 കണ്ടുപിടിച്ചാൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഡിസ്റ്റൻസ് എന്നുള്ളത് 5 സെൻറ്റിമീറ്റർ അല്ലേ? എല്ലാ സൈഡും എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ F1 എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ F1 ഈക്വൽ ടു അല്ലേ, മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 ഈക്വൽ ടു എന്ത് കൊടുക്കാം? ഞാൻ F എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് ഈ റിസൾട്ടിന് ഞാൻ F' എന്നും കൊടുക്കാം. അപ്പോൾ ആദ്യം F കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. F എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1/4πε0 അല്ലേ, Q1 Q2 R². വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 9 × 10⁹ അല്ലേ, ഒന്ന് 5 ഒന്ന് 10 അല്ലേ. അപ്പോൾ 5 × 10⁻⁻6 × 10 × 10⁻⁻6 all divided by 5 centimeter means 5 × 10⁻². അപ്പോൾ ഇതിൽ നമുക്ക് റിസൾട്ട് കണ്ടെത്താം. ഇതിന് റിസൾട്ടായിട്ട് വരുന്നത് 180 ന്യൂട്ടൺ ആണ്. കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. ഈ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇതാണ്, 180 ന്യൂട്ടൺ. അപ്പോൾ നോക്കൂ, 10 കൂളം 5നെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സായ F1ഉം അല്ലേ 180 ആണ്. അതുപോലെ ഈ -10 ഈ 5നെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് തന്നെയാണ്? 180. നോക്കൂ, ഇത് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് പാരലലോഗ്രാം യൂസ് ചെയ്യാം റിസൾട്ടന്റ് ഫോഴ്സായ F' കാൽക്കുലേറ്റ് ചെയ്യാൻ. നോക്കൂ, ഇപ്പോൾ F' ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, √F1² പ്ലസ് F2² പ്ലസ് 2F1 F2 ഇൻറ്റു കോസ് തീറ്റ. എല്ലാത്തിൻ്റെയും റിസൾട്ട് നമുക്കുണ്ട്. F1 F2 ഒക്കെ നമ്മൾ F എന്ന് പറഞ്ഞു പിടിച്ചാൽ എന്താണ്? 180 ന്യൂട്ടൺ ആണ്. വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു നോക്കൂ, √180² പ്ലസ് 180² പ്ലസ് 2 × 180 × 180 ദാറ്റ്സ് അഗെയിൻ 180² ഇൻറ്റു കോസ് 120. ഇങ്ങനെ റിസൾട്ട് വരാം. ഇതെങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക്? ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എല്ലാ ടേമിലും എന്തുണ്ട്? 180² 180² 180². അപ്പോൾ 180² എന്നുള്ളത് കോമൺ ആണ്. ആ കോമൺ ടേമിന് നമുക്ക് റൂട്ടിൻ്റെ പുറത്തെടുത്താൽ എന്ത് ചെയ്യാം? സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ അത് 180 ആവും. പിന്നെ റൂട്ടിനുള്ളിൽ ബാലൻസ് വരുന്നതായിരിക്കും. ഇവിടെ ഒരു 1 ഉണ്ടാവും അല്ലേ? ഇവിടെ 180² പുറത്തെടുത്തു, പ്ലസ് 1 ഉണ്ടാവും, പ്ലസ് 2 × cos 120 ഉണ്ടാവും. cos 120 എത്രയാണ് നമുക്കറിയാം? -½ ആണ്. അപ്പോൾ നോക്കൂ, -½ ആവുമ്പോൾ ഇവിടെ എന്താവും? 2 ക്യാൻസൽ ചെയ്തുണ്ടാവും, -1 ആവും. √1 again 1, then the resultant is 180 ന്യൂട്ടൺ. നോക്കൂ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഫോഴ്സ് ആയ F' കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ട് ഫോഴ്സ് ഈക്വലൻ്റ് ആയതുകൊണ്ട് കാൽക്കുലേഷൻ കുറച്ചുകൂടി എളുപ്പമായി. അതുപോലെ ആംഗിൾ നമുക്കറിയാം. ദെൻ
പാരലലോഗ്രാം ലോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ റിസൾട്ടന്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. റിസൾട്ട് കിട്ടിയത് എത്ര തന്നെയാണ്, 180 ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് വളരെ സിമിലർ ആണ്. 2 point charges Q1 and Q2 of 10 raised to minus 8 coulomb and minus 10 raised to minus 8 coulomb respectively are placed 0.1 meter apart. Calculate the electric fields at points A, B and C shown in the figure. ഇവിടെയും ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് തന്നെയാണ് തന്നിട്ടുള്ളത്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ബേസിലെ 2 പോയിന്റുകളിൽ Q1 എന്ന് പറയുന്ന Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ ഇരിക്കും. ഒന്ന് പ്ലസ് 10 റൈസ് ടു മൈനസ് 8 കൂളമ്പും മറ്റൊന്ന് മൈനസ് 10 റൈസ് ടു മൈനസ് 8 കൂളമ്പ്. അപ്പോൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് 0.1 മീറ്റർ ആണ്. ഇവിടെ അത് ഫിഗറിൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ പകുതിയാക്കി 0.05 മീറ്ററും 0.05 മീറ്ററും തന്നിട്ടുണ്ട്. അതുപോലെ ആക്സിസിലെ ഒരു ലൈന് തന്നിട്ടുണ്ട് 0.05. ഈ ചാർജിൽ നിന്ന് 0.05 മീറ്റർ അകലെയായിട്ടൊരു പോയിന്റ്. അപ്പോൾ 3 പോയിന്റാണ് തന്നുള്ളത്. ഈ 2 ചാർജിൻ്റെയും മിഡിൽ പോയിന്റ് എ, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പോലെയുള്ള ആ പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ, അതുപോലെ ആക്സിസിൽ ഒരു പോയിന്റായ ബി. അപ്പോൾ ഇത് കാണുമ്പം നമുക്കിത് ഡൈപോൾ പോലെയാണ് തോന്നുന്നത്. നോക്കൂ, 10 റൈസ് ടു മൈനസ് 8 ആൻഡ് മൈനസ് 10 റൈസ് ടു മൈനസ് 8 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. ഒരു ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡൈപോൾ വെച്ച് ചെയ്താലുണ്ടാവുന്ന ഒരു പ്രശ്നം, ഇവിടെ നോക്കൂ, ഈ 2 ചാർജുകൾ തമ്മിൽ ഡിസ്റ്റൻസ് 0.1 മീറ്റർ. അതുപോലെ നമുക്ക് കാണേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകളും ഏകദേശം അതേ ദൂരം തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡൈപോളിന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഇക്വേഷൻസ് സ്യൂട്ടാവില്ല. കാരണം ആ ഇക്വേഷൻ നമ്മളൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു, ദ ഡിസ്റ്റൻസ് ആർ ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ദ ഡൈപോൾ ലെങ്ത്. ഡൈപോൾ ലെങ്ത്തുമായി കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് വലിയ ഡിസ്റ്റൻസ് ആകുമ്പോഴാണ് നമ്മൾ നേരിട്ട് ആ ഇക്വേഷൻസ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഇക്വേഷൻ എടുക്കുകയല്ല ചെയ്യുക, പകരം നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ച് എയിലെയും ബിയിലെയും സിയിലെയും ഫീൽഡ് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ കാണാം. എ എന്ന പോയിന്റ് ഇതിൻ്റെ മിഡിൽ പോയിന്റാണ് ഫിഗറിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 10 റൈസ് ടു മൈനസ് 8 എന്ന് പറയുന്ന ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ് റൈറ്റ് സൈഡിലേക്കായി. 10 റൈസ് ടു മൈനസ് 8 അല്ലേ എന്ന് പറയുന്ന അടുത്ത ചാർജ്, പക്ഷേ അതിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീൽഡും അങ്ങോട്ട് തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ 2 ഫീൽഡ് അവിടെ മാർക്ക് ചെയ്യാം, E1ഉം E2ഉം. ആ E1ൻ്റെയും E2ൻ്റെയും റിസൾട്ടൻ്റ് ആണ് EA എന്ന് പറയുന്ന ടോട്ടൽ ഫീൽഡ് അറ്റ് എ. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ 2 ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വലാണ്. 2 ചാർജിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. ഡയറക്ഷനും ഒരേ ഡയറക്ഷനാണ് നമ്മൾ കണ്ടു. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു ഫീൽഡ് കണ്ട് അതിനെ ഡബിൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് അറ്റ് എ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പ്രകാരം എന്ത് എഴുതാം, ഈക്വൽ ടു E1 പ്ലസ് E2 എന്ന് എഴുതാം. കാരണം E1ഉം E2ഉം ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുക നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എങ്ങനെ വരും, നമുക്ക് ഇക്വേഷൻസ് അറിയാം. 1/4π എപ്സിലോൺ 0 Q1 ബൈ ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ, ഞാൻ R എന്ന് കൊടുക്കാം, R സ്ക്വയർ പ്ലസ് Q2 രണ്ടാമത്തെ അവിടുന്ന് ഇങ്ങോട്ട് ഡിസ്റ്റൻസും സെയിം ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഞാൻ R സ്ക്വയർ എന്ന് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. Then that is equal to 9 into 10 raised 9. Then Q1 Q2 രണ്ടും ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞു. എത്രയാണ്, 10 raised to 8 ആണ്. 10 raised to minus 8 ആണ്. 10 raised to minus 8 by this distance means 0.05 square plus again 10 raised to minus 8 by 0.05 square. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ ആൻസർ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, 2 ഫീൽഡ് കൂടി ആഡ് ചെയ്തുകൊണ്ട് എയിലെ ഫീൽഡ് നമുക്ക് കണ്ടെത്താം. ആൻസർ ഇതാണ്, 7.2 into 10 raised to 4 Newton per coulomb. അപ്പോൾ ഈ രീതിയിൽ നമുക്ക്
രണ്ട് ഫീൽഡുകളെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ വാല്യൂ മാത്രം കണ്ട് അതിനെന്ത് ചെയ്യാം, ഡബിൾ ചെയ്യാം. കാരണം നമ്മൾ പറഞ്ഞു E1ന്റെയും E2ന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. എന്തായാലും നമുക്ക് എയിലെ ഫീൽഡ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൽ ആൻസർ ഈസ് 7.2 × 10⁻⁻⁴ ന്യൂട്ടൺ പെർ കൂളം. നമുക്ക് ബിയിലെയും സിയിലെയും ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ബിയിലെ ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. പ്ലസ് ചാർജ് ആണല്ലേ. പ്ലസ് ചാർജിനെ സംബന്ധിച്ചിടത്തോളം ബി എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡ് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും അല്ലേ. അപ്പോൾ അതിന് ഞാൻ E1 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ടെസ്റ്റ് ചാർജ് വെച്ച് ഈ മൈനസ് ചാർജ് മാത്രമേ ഇവിടെ ഉള്ളൂവെങ്കിൽ ഫീൽഡ് അങ്ങോട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കാം, E2 എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കൂ, രണ്ട് ഫീൽഡ് ഉണ്ട് ബിയിൽ അല്ലേ. E1 ഉണ്ട് E2 ഉണ്ട്. പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിന് ഞാൻ E1 എന്നും മൈനസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിന് എന്ത് കൊടുത്തിട്ടുണ്ട്, E2 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിസൾട്ട് എങ്ങനെ കാണും, റിസൾട്ട് ഈക്വൽ ടു എത്രയായിരിക്കും, E1 മൈനസ് E2 ആയിരിക്കും അല്ലേ. വെക്ടർ അഡീഷൻ പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ, കാരണം E1 ഉം E2 എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അവിടെ നമുക്ക് E1 ആണ് ലാർജ് വെക്ടർ, അതുകൊണ്ട് ചാർജിൽ നിന്ന് അടുത്തുള്ള പോയിന്റ് ആണത്, ഈ ചാർജിൽ നിന്ന് അകലെയാണ്. അതുകൊണ്ട് തന്നെ E1 ലാർജ് വെക്ടർ ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, E1 മൈനസ് E2 ചെയ്യാം. അപ്പോൾ E1 E2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, E1 ഈസ് ഈക്വൽ ടു again the same equation 1/4πε0 Q/r². ഞാൻ വാല്യൂസ് മാത്രം എഴുതാം. 9 × 10⁻⁹ അല്ലേ, 1/4πε0. ദെൻ Q എന്ന് പറഞ്ഞാൽ E1 ഉണ്ടാക്കുന്ന ഈ ചാർജ് ആണ്. അപ്പോൾ 10⁻⁻8 Q/r² മീൻസ് ദിസ് ഡിസ്റ്റൻസ് സ്ക്വയർ 0.05 സ്ക്വയർ. ഇതാണ് പ്ലസ് ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡ്. അതിന് ആൻസറായി കിട്ടുന്നത് 3.6 × 10⁻⁴ ന്യൂട്ടൺ പെർ കൂളം. ഇതുപോലെ മൈനസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡായ E2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. E2 ഈക്വൽ ടു അഗെയിൻ വാല്യൂ ഇടാം, 1/4πε0 മീൻസ് 9 × 10⁻⁹. then magnitude of the second charge also 10⁻⁻8. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽഡ് തമ്മിൽ ആഡ് ചെയ്യാണോ സബ്ട്രാക്ട് ചെയ്യാണോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചാർജസിന് സൈൻ കൊടുക്കരുത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നമ്മളവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്തു ബൈ അഗെയിൻ ദിസ് ഡിസ്റ്റൻസ് അല്ലേ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാ, 0.05 ദാറ്റ് മീൻസ് 0.15 ആയിരിക്കും അല്ലേ, 15 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 4 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം. സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ അതാണ്, 4 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം. ദെൻ റിസൾട്ടന്റ് ഫോഴ്സ് അറ്റ് ബി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. EB ഈക്വൽ ടു ദെൻ രണ്ട് ഫീൽഡുകളുടെ ഡിഫറൻസ് എടുക്കാം നമുക്ക്. ഇവിടെ എത്രയാണ്, 3.6 × 10⁻⁴ മൈനസ് അല്ലേ 4 × 10⁻³ മൈനസ് ചെയ്യുമ്പോൾ പവർ ഈക്വൽ ആക്കാൻ വേണ്ടി 10⁻⁴ എന്ന് എഴുതാൻ വേണ്ടി നമ്മൾ 0.4 എന്ന് എഴുതാം. 0.4 × 10⁻⁴. then the result is 3.2 × 10⁻⁴ ന്യൂട്ടൺ പെർ കൂളം. ഈ രീതിയിലാണ് നമ്മൾ ഈ പോയിന്റിൽ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡൈപോളിന്റെ ഇക്വേഷൻ വെച്ച് ചെയ്താൽ കിട്ടുന്ന ആൻസർ വ്യത്യാസം ഉണ്ടാവും. കാരണം ഡൈപോളിന്റെ ഇക്വേഷൻ നമ്മൾ ഒരു അപ്രോക്സിമേഷൻ വഴി കൊടുത്ത ഇക്വേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഈ രീതിയിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് സിയിലെ ഫീൽഡും ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് സിയിലെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ സി എന്ന് പറയുന്ന പോയിന്റിലും ഇതുപോലെ രണ്ട് ഫീൽഡ് ഉണ്ട്. പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന ഞാൻ E1 എന്നും മൈനസ് ചാർജ് ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡിനെ E2 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി അങ്ങനെയാണെങ്കിൽ ഈസി എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്കറിയാം രണ്ട് ഫീൽഡുകൾ ഇൻക്ലൈൻഡ് ആണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം, പാരലലോഗ്രാം ലോന്റെ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് E1 E2 കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ Q1ന്റെയും Q2ന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. Q1ൽ നിന്നും Q2ൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഞാനത് എഴുതാൻ വിട്ടുപോയതാണ്, 0.1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് E1ന്റെയും E2ന്റെയും ഒക്കെ വാല്യൂ കാണാം അല്ലേ. E1 is equal to 1/4πε0. then Q/r², Q means 10⁻⁻8 by r² means this distance square 0.1 സ്ക്വയർ. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് 9 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം. അതാണ് E1ന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്.
നമുക്ക് E2 കണ്ടാലും അതേ വാല്യൂ കിട്ടും അല്ലേ, കാരണം 10⁻⁻8 തന്നെയാണ് അവിടെ വാല്യൂ, മൈനസ് ഉണ്ട്, ആ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ 10⁻⁸. ദെൻ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് 0.1 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്ര തന്നെ ആയിരിക്കും, 0.1. അങ്ങനെയാണെങ്കിൽ നമുക്ക് E1ൻ്റെയും E2ൻ്റെയും ആൻസർ ആയിട്ട് 9 × 10⁻³ എടുക്കാം. സെയിം മെത്തേഡായിരുന്നു കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ യൂസ് ചെയ്ത്. എന്താ നോക്കൂ, രണ്ട് ഫോഴ്സുകളായിരുന്നു അവിടെ, അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് കാണും. ഇവിടെ രണ്ട് ഫീൽഡുകളാണ്, രണ്ട് ഫീൽഡിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എങ്കിൽ റിസൾട്ടൻറ്റ് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ സൈഡും അല്ലേ 0.1 0.1 0.1 ആണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ ആംഗിൾ എത്ര ആയിരിക്കും, 1. റിസൾട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ദ ഫീൽഡ് അറ്റ് C ഈക്വൽ ടു അഗെയിൻ √of E1 square plus E2 square plus 2E1 E2 cos theta. വാല്യൂസ് നമ്മൾ പറഞ്ഞു ഇവിടെ √of, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ E1നെ E2നെയൊക്കെ E ആയിട്ട് എടുക്കുകയാണെങ്കിൽ 9 × 10⁻³ ഞാൻ E എന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തെടുക്കാം, E സ്ക്വയർ പ്ലസ്, രണ്ടിൻ്റെയും വാല്യൂ സെയിം ആണ്, E സ്ക്വയർ പ്ലസ് 2 × E × E, that means E square into again cos theta. ഇവിടെ നോക്കൂ 3 ടേമിൽ E സ്ക്വയർ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ റൂട്ടിനെ പുറത്തെടുക്കുകയാണെങ്കിൽ E × √of 1² that's 1 പ്ലസ് ഇവിടുന്ന് E സ്ക്വയർ പുറത്ത് 1 പ്ലസ് 2 × cos 120 ആണ് അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 120 ആണ് നമുക്കറിയാം. അപ്പോൾ 120യുടെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു -½ ആണ്. അപ്പോൾ 2 × -½ ചെയ്താൽ -1 കിട്ടും. അപ്പോൾ റൂട്ടിനുള്ളിലെ വാല്യൂ നെറ്റ് റിസൾട്ട് അതായത് 1 പ്ലസ് 1 പ്ലസ് -1 മീൻസ് √1. √1 ഈക്വൽ ടു 1. ദെൻ ദ റിസൾട്ട് ഈസ് E. E മീൻസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച E1ൻ്റെ E2ൻ്റെ വാല്യൂ ആണ് E, 9 × 10⁻³ Nm/Coulomb. അപ്പം ഇങ്ങനെ 3 ക്വസ്റ്റ്യൻ ഇവിടെ വന്നു. നമുക്ക് ഇവിടെ എയിലെയും ബിയിലെയും അതുപോലെ സിയിലെയും ഫീൽഡ് കാണാനായിരുന്നു. 3 കേസിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്തത്. നമുക്ക് എയിലാവുമ്പോൾ രണ്ട് ഫീൽഡുകളുടെ സം ആയിരുന്നു, ബിയിലായിരുന്നപ്പോൾ അത് ഡിഫറൻസ് ആയിരുന്നു, സിയിലായിരുന്നപ്പോൾ അത് ഇൻക്ലൈൻഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വെക്ടർ അഡീഷൻ്റെ 3 തരത്തിലുള്ള കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്തു. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ 3 പോയിന്റിലെ ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. An infinite line charge produces a field of 9 × 10⁻⁴ Nm/Coulomb at a distance of 2 cm. Calculate the linear charge density. നമ്മൾ ചാർജ് ഡെൻസിറ്റീസ് ഡിസ്കസ് ചെയ്തിരുന്നു. ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, അതുപോലെ വോളിയം ചാർജ് ഡെൻസിറ്റി. ഇവിടെ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഒരു ലൈൻ ചാർജ് ആണ്, ലൈൻ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് തന്നിട്ടുണ്ട്, ആ ഫീൽഡ് കാണേണ്ട പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഗോസ് ലോന്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ലൈൻ ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? ഈക്വൽ ടു 1/4πε0 2 λ/r അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചാണ് സോൾവ് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. നോക്കൂ, ഒരു ലൈൻ ചാർജ് ഉണ്ട്. ആ ലൈൻ ചാർജിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 2 cm. അപ്പോൾ ഡിസ്റ്റൻസ് r തന്നിട്ടുണ്ട്. ആ പോയിന്റിലെ ഫീൽഡ് തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട് അല്ലേ, 9 × 10⁻⁴. നമുക്കിത് കാണുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റിയാണ് ലാംഡ. അപ്പോൾ ക്വസ്റ്റ്യൻ സിമ്പിളാണ്. നമുക്കൊരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ്, അതിനൊരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലെയുള്ള ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട് അല്ലേ, ഇയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എങ്കിൽ ഇതിലെ ലാംഡയുടെ വാല്യൂ എത്രയെന്ന് വെച്ചു യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ലാംഡ ഈക്വൽ ടു എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ വാല്യൂ ഇങ്ങനെ കൊടുക്കാം. ഇൻ്റെ വാല്യൂ 9 × 10⁻⁴ 1/4πε0 9 × 10⁻⁹ ഇൻറ്റു 2 λ/r. r തന്നിട്ടുണ്ട് 2 cm ആണ്, 2 × 10⁻⁻². ദെൻ ലാംഡ ഈക്വൽ ടു 9 × 10⁻⁴ ഇൻറ്റു ദിസ് വൺ 2 × 10⁻⁻² ഡിവൈഡഡ് ബൈ 9 × 10⁻⁹ അല്ലേ, ഒരു 2 കൂടി ഉണ്ട് അല്ലേ, 2 × 9 × 10⁻⁹. ഇങ്ങനെ നമുക്ക് ലാംഡ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്, അതിൽ വേറെ കൺസെപ്റ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കാണാം. ആൻസർ ഇതാണ് 0.1 × 10⁻⁻6
കൂളം പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക. ആൻസർ നമുക്ക് നേരിട്ട് കിട്ടും 0.1 ഇൻറ്റു 10⁻⁻6 കൂളം പെർ മീറ്റർ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സർഫസ് ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ ലൈൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ വെച്ചിട്ട് ഫീൽഡും ഡിസ്റ്റൻസ് തന്ന് ചാർജ് ഡെൻസിറ്റി കാണാൻ അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് ഓർത്ത് വെക്കുക. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഏത് വാല്യൂ ആണോ തരാത്തത് ആ വാല്യൂ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടക്കാം. A point charge causes an electric flux minus 1.0 into 10⁻³ Newton meter square per coulomb to pass through a spherical Gaussian surface of 10 centimeter radius centered on the charge. First question, if the radius of the Gaussian surface were doubled, how much flux would pass through the surface? And second one, what is the value of the point charge? നമുക്ക് ഈസി ആയിട്ടൊരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമുക്ക് ഒരു പോയിന്റ് ചാർജ് അതുണ്ടാക്കുന്ന ഫ്ലക്സ് തന്നിട്ടുണ്ട് അല്ലേ. ആ പോയിന്റ് ചാർജ് അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഒരു ഗോഷ്യൻ സർഫസിലൂടെ കടത്തിവിടുന്ന ഫ്ലക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, φ തന്നിട്ടുണ്ട്. ഇനി ആ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, ക്യൂ എന്ന് പറയുന്ന ചാർജ്. അതിൻ്റെ ചുറ്റുഭാഗത്ത് നമ്മളൊരു ഗോഷ്യൻ സർഫസ് എടുക്കുകയാണ്. ആ ഗോഷ്യൻ സർഫസിൻ്റെ പ്രത്യേകത, ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഗോഷ്യൻ സർഫസിലൂടെയാണ് ഇത്രയും ഫ്ലക്സ് പാസ് ചെയ്യുന്നത്, φ തന്നിട്ടുണ്ട്. ഇനി ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഈ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഫ്ലക്സിന് എന്ത് മാറ്റമുണ്ടാവും? നിലവിലുള്ള ഫ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, ഇതിലൂടെ ഒരു 100 ഫീൽഡ് ലൈൻസ് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ റേഡിയസ് നമ്മൾ ഡബിൾ ആക്കിയാലും അതിലൂടെ അതേ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസേ പാസ് ചെയ്യുള്ളൂ. ഒരിക്കലും ക്യൂയിൽ നിന്ന് വരാത്ത ഒരു ഫീൽഡ് ലൈൻ അവിടെ എക്സ്ട്രാ വരില്ല. ഇപ്പോൾ ക്യൂയിൽ നിന്ന് 100 ഫീൽഡ് ലൈൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ 100 ഈ ചെറിയ സർഫസിലൂടെ പോകും, അതേ 100 തന്നെ ആയിരിക്കും വലിയ സർഫസിലൂടെയും പാസ് ചെയ്യാം. അപ്പോൾ എന്തിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കാം. ആ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് ചേഞ്ച് ചെയ്താലും ഡബിൾ ആയിക്കോട്ടെ ഏത് വാല്യൂ ആയാലും ഫ്ലക്സിൽ എന്ത് ചെയ്യില്ല, ചേഞ്ച് ഇല്ല. അങ്ങനെയാണെങ്കിൽ എ പാർട്ടിലെ ആൻസർ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്നാണ്. അല്ലെങ്കിൽ φ = എത്ര തന്നെയാണ്? 1 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം തന്നെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു ഫ്ലക്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് ചാർജിൻ്റെ വാല്യൂ എത്രയാണ്? ഇവിടെ ഗോഷ്യൻ സർഫസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഗോസ് ലോ യൂസ് ചെയ്യാം. φ = എത്രയാണ്? Q/ε0 അല്ലേ. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? φ തന്നിട്ടുണ്ട്. ദെൻ Q ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, അവിടെയും നമുക്ക് റേഡിയസിൻ്റെ ആവശ്യം വരുന്നില്ല. എന്ന് തന്നെ മനസ്സിലാക്കാം. ഫ്ലക്സിൻ്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് Q = നമുക്ക് Q = φ ഇൻറ്റു ε0 എന്ന് കൊടുക്കാം. φയുടെ വാല്യൂ 1 ഇൻറ്റു 10⁻³ മീൻസ് 10⁻³ ε0ൻ്റെ വാല്യൂ പറയാം നമുക്ക് 8.854 ഇൻറ്റു 10⁻12. then the final answer is 8.854 into 10⁻⁻9 കൂളം. ഇതാണ് ആ ചാർജിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്ലക്സ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യില്ലെന്നല്ല മനസ്സിലാക്കിയത്. കാരണം നമ്മൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ പഠിച്ചതാണ്. ഫ്ലക്സിൻ്റെ φ = എന്താണ്? ഫീൽഡ് ഇൻറ്റു ഏരിയയാണ്. അപ്പോൾ ഒരു നിശ്ചിത ഫീൽഡിൽ ഇരിക്കുന്ന സർഫസിൻ്റെ ഏരിയ വ്യത്യാസപ്പെടുമ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. ഇവിടെ നമ്മൾ അതെല്ലാം ഡിസ്കസ് ചെയ്ത് ഒരു ചാർജിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സിനെ കവർ ചെയ്യുന്ന ഒരു സർഫസ് ആണ് എന്ത്? ഗോഷ്യൻ സർഫസ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സിനെ അത് ആൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ റേഡിയസ് കൂടിയെന്ന് വിചാരിച്ച് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫ്ലക്സിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്ലക്സ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്നെടുത്തത്. ദെൻ ചാർജിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യായിരുന്നു. നമ്മൾ ഏകദേശം നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഇക്വേഷൻസ് സെലക്ട് ചെയ്ത് പ്രോബ്ലംസ് ഫാസ്റ്റായിട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുക.
ഈ പ്രോബ്ലംസ് തന്നെ നിങ്ങൾക്ക് ഇനിയും പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ നോക്കാതെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടോ, ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് ഏത് ഇക്വേഷൻ ആണ് പിക്ക് ചെയ്യേണ്ടതെന്ന് ഓർമ്മയുണ്ടോ, അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ഇനി പുതിയ പുതിയ പ്രോബ്ലങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്ന. ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒരു വിധത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. 2 ടേമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ചാപ്റ്ററും മുന്നോട്ട് പോകുന്നത്. പൊട്ടൻഷ്യൽ എന്താണ്, കപ്പാസിറ്റൻസ് എന്താണ്. എന്തായാലും വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.